ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേഷനാണ്. അനീഷിൻ്റെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഒണിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. ഒണിയിൽ പറയുന്നത്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല, ഇനിയൊട്ടും ഉണ്ടാകുകയില്ല. ഇന്നലെ നടന്ന കാര്യത്തിൽ മസ്താനി സംസാരിച്ചതൊക്കെ, പക്ഷേ ലക്ഷ്മിയാണ് ചീത്ത രീതിയിൽ കാര്യങ്ങളെ വഴിതിരിച്ചു വിട്ടത്. ഞാൻ ബിഗ് ബോസിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനിത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നിയമപരമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒണിയിൽ പറയുന്നു. ഇവിടെ സംഭവിച്ചപ്പോൾ മസ്താനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഒണിയിലിൻ്റെ പിടുത്തത്തിലൊരു ഡൗട്ടുണ്ടായി. അത് ലക്ഷ്മിയോട് പോയി സംസാരിക്കുകയാണ്. ശരിയാണ്, വേറൊരാളോട് നമ്മൾ പെട്ടെന്നുണ്ടാകുമ്പം പറഞ്ഞു പോകും. പക്ഷേ ഇത് നേരിട്ട് സംസാരിക്കായിരുന്നു. കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ലക്ഷ്മി അത് അവിടെ പോയിട്ട് സംസാരിക്കുമ്പം ലക്ഷ്മിയാണെങ്കിൽ ഇൻറ്റൻഷൻ എന്താണെന്നോ സിറ്റുവേഷൻ എന്താണെന്നോ സംസാരിക്കാതെ അവിടെ ഉണ്ടായ പ്രവൃത്തിയെ മാത്രം മുൻനിർത്തി കണ്ടൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഓവർ സ്മാർട്ട് കളിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ലക്ഷ്മിക്ക് തെറ്റിയിട്ടുള്ളത്. സെൻസിറ്റീവായിരുന്നു വിഷയമായിരുന്നു. പെട്ടെന്ന് സിറ്റുവേഷൻ എന്താണെന്നും ഇൻറ്റൻഷൻ എന്താണെന്നും നോക്കിയിട്ട് വേണമായിരുന്നു സംസാരിക്കാൻ. ഇവിടെ ഓണിയലിന് അങ്ങനെ ഒരു സിറ്റുവേഷനോ ഇൻറ്റൻഷനോ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്നുള്ള ഗെയിം ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ആഹ്ലാദ പ്രകടനത്തിന് വന്നപ്പം അറിയാതെ പറ്റിയത് തന്നെയാണെന്നാണ് വിഷ്വൽസിൽ നിന്ന് കാണുന്നത്. ഇനിയിപ്പോൾ ടാസ്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ആണുങ്ങൾക്കൊക്കെ ഇതൊരു അവെയർനെസ് ആണ്, എത്രത്തോളം എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ളത്. ശരിയാണ്, ടാസ്കുകൾ പലതും നടക്കാനുള്ളതാണ്. പക്ഷേ ഇതേ തന്നെ മസ്താനി തന്നെ ഇന്നലെ ആര്യനുമായിട്ടൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നിൽക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ടായിരുന്നു ബാക്ക് നുന്താൻ, അതായത് അനുമോളെ മേലെ പോയി വീഴാൻ. എന്നിട്ട് ഉന്തുമ്പം അനുമോളുടെ മേലെ പോയി വീഴുന്നുണ്ട്. അനുമോൾ അക്ബറുമായിട്ട് വഴക്കുകൂടി നിൽക്കുന്നത് കൊണ്ട് അനുമോൾ അത് ശ്രദ്ധിച്ചില്ല. ഇവിടെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമാണോ സംസാര വിഷയമാവുന്നത്? ഇവിടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്.